അതാണ് പിന്നെ പൈസ ഉണ്ടെങ്കിൽ നിനക്ക് വാല്യൂ ഉണ്ട്, പൈസ ഇല്ലെങ്കിൽ യു ആർ നത്തിങ്. ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ. ഈവൻ നമ്മളിപ്പം അത്യാവശ്യം നമ്മൾ ജീവിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കൊരു വാല്യൂ ഉണ്ട്. നമ്മൾ പക്ഷെ നാളെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആര് നമ്മളെ കൂടെ കാണും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അന്ന് നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള അപ്പോഴേ മനസ്സിലാവും. നമുക്കൊരു ഡൗൺഫോൾ വരുമ്പോ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും, ആരൊക്കെ നമ്മുടെ കൂടെ കാണില്ല. എന്താല്ലേ പറഞ്ഞത് വളരെ വ്യക്തമാണ്. സാമ്പത്തികമായിട്ട് പുരോഗതിയുള്ളപ്പോഴും സാമ്പത്തികമായിട്ട് തകർച്ച സംഭവിച്ച സമയത്തും കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ, യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള കാലത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിച്ച വ്യക്തിയോട് വല്ലാത്ത സ്നേഹം, വല്ലാത്ത ഒരു അടുപ്പമായിരിക്കും. എന്നാലോ സാമ്പത്തിക പുരോഗതി പ്രാപിച്ച വ്യക്തി ഏതെങ്കിലും സിറ്റുവേഷനിൽ സാമ്പത്തികമായിട്ട് തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് അകലുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ സമ്പത്തിനെ മോഹിച്ചുകൊണ്ടാണ് ചില ആളുകളെ കൂട്ടുകാരാക്കുന്നത്, ഫ്രണ്ട്സ് ആക്കുന്നത്. ഇവിടെ പറയുന്നത് യഥാർത്ഥ സ്നേഹിതന്റെ, യഥാർത്ഥ കൂട്ടുകാരന്റെ ലക്ഷണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പുരോഗതിയുള്ളപ്പോഴും സാമ്പത്തികമായിട്ട് തകർച്ച സംഭവിച്ച സിറ്റുവേഷനിലും കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ, യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ തളരുന്ന സമയത്തും നമ്മൾ പുരോഗതി പ്രാപിക്കുന്ന സമയത്തും നമ്മുടെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് നോക്കിയിട്ട് അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഈ കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്.